കൊറേ ഇത് ചെമ്മരിയാടും ഉണ്ട്. വീണ്ടും ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് വന്നു. അവിടെ നിന്നൊരു ബസ് കയറി വരുന്നത് കണ്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളാ നട്ടുച്ചയ്ക്ക് വരുന്നതെന്ന്. എല്ലാവരും ഈ പളനിക്ക് പോയിട്ട് വരുന്നവരൊക്കെ ഇവിടെ വന്ന് കയറിയിട്ടേ പോകുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം നമ്മളൊരു വ്യൂ കണ്ടു, താഴോട്ട് അട്ടിപ്പൊളി ഒരു വ്യൂ ആട്ടോ. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പച്ചപ്പില്ല എങ്കിലും ഈ ഉണങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. ദൂരേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല തെങ്ങും തോപ്പ്, ഇഷ്ടം പോലെ തെങ്ങും തോപ്പ് ദൂരെ നല്ല കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയാവോ. പാറ, മലകള്, ഇങ്ങനെ കുറെ കാര്യങ്ങള് കണ്ടോ. കുറെ ഏരിയയിലൊക്കെ കുറെ വീടുകളും അങ്ങനെയൊക്കെ ഉണ്ട്. താഴെ കൂടെ വണ്ടി പോകുന്നുണ്ട്, ബസ്, റോഡ്. അത് ശരിക്കും പറഞ്ഞ കാങ്കയം, ധാരാപുരം കാങ്കയം പളനി റൂട്ടാട്ടോ അത്, അല്ലേ സന്തോഷേട്ടാ? ആ റോഡ് പോകുന്നത്. അപ്പൊ നേരെ നോക്കി താഴെ അങ്ങ് അകലെല്ലാം പച്ചപ്പാട്ടോ. പക്ഷെ ഇവിടെ മാത്രമേ ഇല്ലാതെ ഉള്ളൂ, അല്ലേ സന്തോഷേട്ടാ? ഇവിടെ കുറച്ച് ഭാഗത്തൊന്നും പച്ചപ്പില്ല. അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതേ ആ അങ്ങും ദൂരേക്കൊക്കെ നോക്കുവാണെങ്കിൽ പച്ചപ്പാ നല്ല പോലെ. കൃഷിയിടങ്ങളാണ് മൊത്തം. ഇപ്പോൾ അവസാനം കണ്ട വീഡിയോ വരെ ഞങ്ങളിപ്പം പോയി എടുത്ത് വെളിയെല്ലാം പോയി എടുത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പറ്റിയില്ല, മുഴുവനാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടുള്ളതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. കുറേ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ വീണ്ടും അത് എങ്ങനെയാണ് എടുത്ത് ലാസ്റ്റായപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു പേടിയില്ലാണ്ടൊക്കെ വീഡിയോ എടുക്കാനും അതിനെക്കുറിച്ച് പറയാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇനി മുമ്പോട്ട് വെളിയിലേക്കൊക്കെ പോയി വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു പപ്പിക്കുട്ടിയെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിലെല്ലാം ഞാൻ ഈ പപ്പിക്കുട്ടിയുടെ വിശേഷമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് വരുന്നതാണ്. ഓക്കേ.